ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം നടന്ന വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അഥവാ ഫയർ വുമൺ പരീക്ഷ എഴുതിയ കൂട്ടുകാരികളുടെ ഒരു കട്ട് ഓഫ് റേഞ്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. തൊഴിൽ വീതി വന്നിട്ടുള്ള ഒരു കട്ട് ഓഫ് റേഞ്ചാണ്. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കണേ. അപ്പോൾ തൊഴിൽ വീതി വന്ന അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം. മലയാളം ഫയറായി സ്പെഷ്യൽ ടോപ്പിക്സ് റെസ്ക്യൂ എന്നാണ് അവർ ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. എന്താണ് ഡീറ്റെയിൽഡായിട്ടൊന്ന് വായിച്ചു നോക്കാം. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി തസ്തികയിലേക്ക് ഡിസംബർ 6 PSC നടത്തിയ പരീക്ഷയ്ക്ക് മികച്ച നിലവാരം പുലർത്തിയിരുന്നു. അതുപോലെ തന്നെ ചരിത്രം, ഗണിതം, മാനസിക ശേഷി, സയൻസ് വിഭാഗങ്ങളിൽ നിന്നും കടുപ്പമേറിയ ചില ചോദ്യങ്ങൾ കടന്നു വന്ന പരീക്ഷയിൽ മലയാളം വിഭാഗത്തിലെ ചോദ്യങ്ങളാണ് ഉദ്യോഗാർത്ഥികളെ കാര്യമായി പരീക്ഷിച്ചത്. മികച്ച തയ്യാറെടുപ്പോട് പരീക്ഷയ്ക്കെത്തിയവരെ പോലും മലയാളം ചോദ്യങ്ങൾ വെള്ളം കുടിപ്പിച്ചിട്ടുണ്ടാകാം. ഭൂമിശാസ്ത്രം, ഭരണഘടന, ഇംഗ്ലീഷ് വിഭാഗങ്ങളിലെ ചോദ്യങ്ങൾ കാര്യമായി ബുദ്ധിമുട്ടിക്കാതിരുന്ന പരീക്ഷയിൽ സ്പെഷ്യൽ ടോപ്പിക് വിഭാഗവും അനായാസമായി. ഈ വിഭാഗത്തിൽ നിന്ന് വന്ന ചോദ്യങ്ങൾ പലതും മുൻ പരീക്ഷകളിൽ ചോദിച്ചവയായിരുന്നു. അതുപോലെ തന്നെ തൊഴിൽ വീതിയുടെ പ്രതീക്ഷിത കട്ട് ഓഫ് എന്ന് പറയുമ്പോൾ 52 മുതൽ 62 വരെയാണ് തൊഴിൽ വീതിയുടെ പ്രതീക്ഷിത കട്ട് ഓഫ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഒരു അഭിപ്രായത്തിൽ കഴിഞ്ഞ ദിവസം നടന്നൊരു പരീക്ഷ വളരെയധികം ടഫുള്ളൊരു പരീക്ഷയായിരുന്നു. കഴിഞ്ഞ ദിവസം നടന്നൊരു പരീക്ഷ അതിൽ നമ്മൾ പഠിപ്പിച്ച കറണ്ട് അഫെയർ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കറണ്ട് അഫെയർസ് അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്സ് നല്ല രീതിയിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു എക്സാം ആയിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന എക്സാം. സ്പെഷ്യൽ ടോപ്പിക്സ് ഒക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വർക്കൗട്ട് ചെയ്തു പോയ കൂട്ടുകാർക്കൊക്കെ അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം മാർക്ക് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്സും കറണ്ട് അഫെയറും ഒക്കെ നമ്മുടെ ക്ലാസ്സിൽ നിന്നൊക്കെയാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ തൊഴിൽ വീതി പറഞ്ഞിരിക്കുന്ന കട്ട് ഓഫ് 52 മുതൽ 62 വരെയാണ് കട്ട് ഓഫ് വരുന്നത്. കാരണം ഇതൊരു സ്റ്റേറ്റ് വൈഡ് എക്സാമാണ്, സംസ്ഥാന തലത്തിൽ നടക്കുന്ന ഒരു പരീക്ഷ ആയതുകൊണ്ട് തന്നെയാണ് അവർ അത്രയും കട്ട് ഓഫ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ തന്നെ ആയിരിക്കും കട്ട് ഓഫ് വരുന്നത്. അല്ലെങ്കിൽ ഒരു 45 മുകളിലൊക്കെ ആയിരിക്കും കട്ട് ഓഫ് വരാൻ സാധ്യതയുള്ളത്. സംസ്ഥാന തലത്തിലുള്ള എക്സാം കൂടിയാണ്, അതുകൊണ്ട് ആ ഒരു തലത്തിലുള്ള കട്ട് ഓഫ് ആയിരിക്കും വരുന്നത്. 45 മുകളിലൊക്കെ ആയിരിക്കും കട്ട് ഓഫ് വരാൻ സാധ്യത കൂടുതൽ. അപ്പോൾ തൊഴിൽ വീതിയുടെ പ്രഡിക്ഷൻ എന്ന് പറയുമ്പോൾ 52 മുതൽ 62 വരെയാണ് വരുന്നത്. പിന്നെ ഇത് ഫിസിക്കലൊക്കെ ഉള്ളൊരു എക്സാമാണ്, അതുകൊണ്ട് നോക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി വരുന്ന BFO പരീക്ഷ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സ് വളരെയധികം പ്രാധാന്യം ഉയർത്തിക്കൊണ്ട് തന്നെ നമ്മൾ PYQ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അടുത്ത ദിവസങ്ങളിൽ. അതിൻ്റെ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ ഇടുന്നതാണ്. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളും നമ്മുടെ ചാനലിൽ ഇടുന്നതാണ്. അപ്പോൾ ചാനൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കാണാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു പരീക്ഷയിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള മാർക്ക് എത്രയാണെന്നുള്ളതൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വെക്കുക. അപ്പം ബാക്കിയുള്ളവരെ മാർക്ക് റേഞ്ചൊക്കെ എല്ലാവർക്കും അറിയാൻ സാധിക്കും. അപ്പം മാക്സിമം ഒന്ന് എത്രയാണ് മാർക്ക് ലഭിച്ചിട്ടുള്ളതെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോയും പുതിയ അപ്ഡേറ്റ്സുകളും അതുപോലെ തന്നെ പുതിയ ക്ലാസ്സുകളുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. താങ്ക് യു ഓൾ.